Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പുതിയൊരു കേറ്ററിംഗ് സർവീസ് ഒക്കെ തുടങ്ങി. അപ്പം ഒരു ഓർഡർ കിട്ടി, അത് ഞങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കേറ്ററിംഗ് സർവീസിൻ്റെ പേര് വേമ്പനാട്ടേത്തെ കേറ്ററിംഗ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ഓർഡർ കിട്ടി, അത് ഞങ്ങൾ ചെയ്തു കൊടുത്ത് വളരെ സക്സസ് ആയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഞങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇത് ഈ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ഐറ്റം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുറകാലെ ബാക്കി ഐറ്റം കൂടെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ നല്ലതായിട്ട്, നമ്മൾ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർ കഴിച്ച് അത് തൃപ്തിയായിട്ട് ടേസ്റ്റാണ് എന്ന് പറയുമ്പോൾ, അത് കേട്ട് കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. അത് വീട്ടിലായാലും പുറത്തായാലും, നമ്മൾ പുറത്ത് ആർക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിൽ അന്നേരം അതേ അനുഭവം തന്നെയാണ്. നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനും നമ്മുടെ പേരൻസിനും നമ്മുടെ മക്കൾക്കും ഒക്കെ കൊടുക്കുമ്പോൾ അവർ തരുന്ന ആ ഒരു, അപ്പം നമ്മൾ ഈ ചൂടത്തൊക്കെ നിന്ന് ഈ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ടേസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്, മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും സ്നേഹത്തോടെ കുക്ക് ചെയ്യണം, സ്നേഹത്തോടെ വിളമ്പണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ചില വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരെണ്ണം മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും വളർന്നത്. അപ്പം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞങ്ങളുടെ കാറ്ററിങ്ങിൻ്റെ പേര് വേമ്പനാട്ടേത്തെ കാറ്ററിംഗ് എന്നാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചില സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് തരിക. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസിലേക്ക് നമുക്ക് പോകാം.